കാസർകോട്ടെ ഹണി ട്രാപ്പ് കേസിലെ പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ വ്യാജ വിവാഹ ക്ഷണക്കത്തുകൾ തയ്യാറാക്കിയതിന് കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിച്ചു. ശ്രുതി ചന്ദ്രശേഖരൻ നേരിട്ടെത്തിയാണ് ക്ഷണക്കത്തുണ്ടാക്കാൻ ആവശ്യപ്പെട്ടതെന്ന് കടയുടെ ഉടമ അഷറഫ് 24നോട് പറഞ്ഞു. എൻഗേജ്മെൻറ്റിൻ്റെ ലെറ്റർ അടിക്കാൻ വന്നായിരുന്നു. അവർ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് മേടിച്ചത്. വാങ്ങാൻ വന്നത് സ്ത്രീ ആയിരുന്നില്ല, അവർ റിലേറ്റീവ് സഹോദരനല്ലേ, സഹോദരനാണ് വന്നത്. ആകാശ് ഓഡിറ്റോറിയത്തിൽ അങ്ങനെയുള്ളത്. അതിൽ ഓഡിറ്റോറിയം ഉണ്ട്, അത് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എവിടെയാണ്. സാധാരണ എല്ലാ കസ്റ്റമർ വരുന്ന പോലെ നമ്മൾ എൻഗേജ്മെൻറ്റ് ലെറ്റർ അടിച്ച് കൊടുക്കും. ക്ഷണക്കത്തിൽ പറയുന്ന ഓഡിറ്റോറിയത്തിൽ 2 വർഷത്തിലധികമായി പരിപാടികളൊന്നും നടന്നില്ലെന്ന് സമീപത്തെ തട്ടുകടക്കാരൻ കൃഷ്ണൻ 24നോട് പറഞ്ഞു. കൊറോണ സമയത്താണെന്ന് തോന്നുന്നു മോളെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ തുറന്നില്ല, പിന്നെ പണിയെടുക്കുന്നുണ്ട്. വേറെ കല്യാണില്ല, മോളെ കല്യാണേ കണ്ടില്ല, വേറെ കണ്ടില്ല. ഇല്ല 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 ഇപ്പോൾ എന്തോ ചെയ്യുന്നറിയില്ല. അവർക്ക് പൊളിച്ചിട്ട് പണിയെടുക്കാന്ന് ചെയ്യുന്നില്ലത്, എന്തെന്നറിയില്ല. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ പാറയ്ക്കൽ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയും. ഗുഡ് മോർണിംഗ്. ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിലെ ഈ ശ്രുതി ചന്ദ്രശേഖർ നടത്തിയ വ്യാപകമായ തട്ടിപ്പുകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അവരെ പറ്റിക്കുന്നതിന് വേണ്ടി ശ്രുതി ചന്ദ്രശേഖരൻ വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ ശ്രുതി ചന്ദ്രശേഖരൻ പല യുവാക്കൾക്കും ഈ തൻ്റെ വിവാഹം ഡോക്ടർമാരുമായൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, വിവാഹം നടക്കാൻ പോകുന്നു. പക്ഷേ തനിക്ക് ആ വിവാഹത്തിനൊന്നും താല്പര്യമില്ല, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനാണ് താല്പര്യം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനെ സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞ് പല യുവാക്കളെയും മയക്കി അവരുടെ വശത്തേക്ക് ആക്കുന്നു എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവാഹ നിശ്ചയത്തിൻ്റെ ക്ഷണക്കത്താണ്. അത് കാഞ്ഞങ്ങാടുള്ള ഒരു ആകാശ് ഓഡിറ്റോറിയത്തിൻ്റെ പേരിലാണ് ഈ ഒരു ക്ഷണക്കത്ത് ഈ ശ്രുതി ചന്ദ്രശേഖരൻ തയ്യാറാക്കിയതെന്നാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന പ്രിന്റ് വില്ലേജ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ ക്ഷണക്കത്ത് തയ്യാറാക്കുന്നത്. ഇത് ഫെബ്രുവരിയിലാണ് ഈ ക്ഷണക്കത്ത് തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രുതി ചന്ദ്രശേഖരൻ നേരിട്ട് അവിടേക്ക് എത്തിയതെന്ന് കടയുടമ 24നോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ശ്രുതി ചന്ദ്രശേഖരൻ തന്നെയാണ് ആ ക്ഷണക്കത്തുമായി ഈ പ്രിന്റ് വില്ലേജിലെത്തുന്നത്. തുടർന്ന് 2 ആഴ്ചയോളം അമ്മയ്ക്കൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞ് ഈ ക്ഷണക്കത്ത് തയ്യാറായിട്ടും ഇത് വാങ്ങാൻ വരാത്തൊരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ കടയുടമ വീണ്ടും നിരന്തരമായി വിളിച്ചപ്പോഴാണ് അവർ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു യുവാവ് വന്ന് ഈ ക്ഷണക്കത്ത് വാങ്ങിപ്പോയി എന്നാണ് ഈ കടയുടമ പറഞ്ഞത്. എന്തായാലും ശ്രുതി ചന്ദ്രശേഖരൻ തന്നെയാണ് ഈ വ്യാജമായി ക്ഷണക്കത്ത് തയ്യാറാക്കിയതെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. ഇവരുടെ ഈ ശ്രുതി ചന്ദ്രശേഖരനൊപ്പം തന്നെ വലിയൊരു മാഫിയ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം പുറത്തു വരുന്നുണ്ട്. കാരണം ഈ പല യുവാക്കളും പണം അയച്ചു കൊടുത്തിരിക്കുന്നത് വിവിധ അക്കൗണ്ടുകളിലേക്കാണ്. ഈ അക്കൗണ്ടുകളൊക്കെ തന്നെ പരിശോധിക്കണം എന്നൊരു ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ഈ കണ്ണൂരിലും തൃശ്ശൂരിലും പാലക്കാടും ഒക്കെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ പണം അയച്ചു കൊടുത്തിരിക്കുന്നതും പല അക്കൗണ്ടുകളിലേക്കാണ്. ആരും ശ്രുതി ചന്ദ്രശേഖരന്റെ അക്കൗണ്ടുകളിലേക്കല്ല പണം അയച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന പണം അത് ശ്രുതി ചന്ദ്രശേഖരന് ലഭിക്കുന്നു എന്നതാണ്. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ആരുടേതാണ് എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിൽ വലിയൊരു മാഫിയ സംഘം ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നു. ശ്രുതി ചന്ദ്രശേഖരൻ മാത്രമല്ല ഈ കേസിലുള്ളത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന നിർണായകമായ വിവരങ്ങൾ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ആകാശ് ഓഡിറ്റോറിയം നിലവിൽ 2 വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് ചേർന്നത്.